ഹായ് ഓൾ. നമുക്കിന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം. ആക്ച്വലി ഇത് നമ്മൾ പഠിപ്പിച്ച് തരേണ്ടതാണ്. എന്നാലും നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊരു അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ പുതിയ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചെറുതാണ്, സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വലുതെന്ന് നമുക്ക് ചിന്തിക്കാം. മേ ബി 90% പവേഴ്സ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് നാച്ചുറലി പ്രോഗ്രാം ആയത് നമുക്ക് ലോജിക്കൊക്കെ വെക്കുന്നതിന് മുമ്പ്, ലാംഗ്വേജൊക്കെ പഠിക്കുന്നതിന് മുമ്പ് 0 ഏജ് മുതൽ ഒരു 8 വയസ്സ് വരെ, ചില കാര്യങ്ങളൊക്കെ 12 വയസ്സ് വരെയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡായി ഒരു പ്രോഗ്രാമായി മാറുന്നത്. അപ്പോൾ നമുക്ക് അതിന് ചില കാര്യങ്ങൾ നമുക്ക് നല്ലതായിരിക്കും, ഇപ്പോൾ ചില കാര്യങ്ങൾ മോശമായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നത് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മളല്ല അതിന് കുറ്റക്കാർ, ചുറ്റുവട്ടം നമ്മുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്ത് കളയണം. അത് നമുക്ക് കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം ഇൻഡക്റ്റ് ചെയ്യണം. പഴയ കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ, പഴയ കാര്യങ്ങൾ നല്ലത് അവിടെ തന്നെ നമുക്ക് പിടിച്ചിടാം, മോശം കാര്യങ്ങൾ മാത്രം നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നമുക്ക് സാധാരണയായി ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന പലപ്പോഴും മെഡിറ്റേഷനകത്ത് ഇരുത്തിയിട്ട് നമുക്ക് വേണ്ടാത്ത പ്രോഗ്രാമിനെ കണ്ടെത്തി അവരെ ഒരു ഇമേജറി കൊടുത്ത് പലപ്പോഴും ഡിലീറ്റ് ചെയ്യുകയാണ് മൈൻഡ് ട്രെയിനിങ്ങിലൊക്കെ ചെയ്യുന്നൊരു കാര്യം. അത് പിന്നെ ഒരു 90 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോകും. എന്നാൽ നിങ്ങൾക്ക് ഇത് വളരെ കാര്യമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവസാനം വരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്ത് വീണ്ടും 2-3 പ്രാവശ്യം ഇത് തന്നെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ഒരു മൈൻഡ്ഫുള്ളായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക്, നമ്മളോട് തന്നെ നടക്കും, പറ്റും, അതിനെക്കൊണ്ട് പറ്റും, ഇതിങ്ങനെ പറയുമ്പം നെഗറ്റീവായിട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പകരം ഇത് വന്ന് ആ ഒരു ആശയം വന്ന് നമുക്കൊരു പോസിറ്റീവ് എംപവർമെൻറ്റ് കിട്ടും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ ശക്തമായൊരു വിശ്വാസം ഉണ്ടാക്കുക. നിങ്ങളിൽ ഒരു ഫെയ്ത്ത് ഉണ്ട്, നിങ്ങളുടെ കഴിവുകൾ, ചെറിയ കഴിവുകളാണല്ലോ ശരി. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം പോസിബിലിറ്റീസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട്, നമ്മളെപ്പോലെ ചെറിയ കഴിവുണ്ടാഞ്ഞിട്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരുപാട് പേര് ഭൂമിയിലുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അപ്പോൾ അത് ഊട്ടി ഉറപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ സെലിബ്രേറ്റ് യുവർ സക്സസ്. ചെറിയൊരു വിജയം ഉണ്ടായാലും കൂടി ആ വിജയത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഒരുപാട് സഹായം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാം, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാം, വളരെ ചെറുതാണെങ്കിൽ പോലും ശരി. അതുപോലെ ചാലഞ്ച് നെഗറ്റീവ് ബിലീഫ്സ്. നിങ്ങൾക്ക് നെഗറ്റീവ് ബിലീഫ്സ്, ഇപ്പോൾ രാത്രിയിൽ പ്രേതഭൂതങ്ങളുണ്ട്, ഇല്ല ഞാനത് നേരിടും, അത് ഇതുവരെ സയൻസ് കണ്ടെത്തിയിട്ടില്ല, ഒരു പഠനങ്ങളും കണ്ടിട്ടില്ല, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ നടന്നു പോകാനുള്ള ധൈര്യക്കുറവ്, പ്രസംഗിക്കാനുള്ള പേടിയുണ്ടെങ്കിൽ അതിനെ നമുക്കപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ബിലീഫ് ഉണ്ടെങ്കിൽ കൂടെ അതിനെ ഓരോന്നിനും ചാലഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് എലമെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതങ്ങ് മാറും മനസ്സിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഞ്ചാമതായിട്ട് പറയാനുള്ളത് കണക്റ്റ് വിത്ത് യുവർ വാല്യൂസ്. നമുക്കൊരോ ആദർശങ്ങളുണ്ട്. ഇപ്പം ഞാൻ പാലിക്കുന്നതാണ്, എപ്പോഴും ഞാനായിട്ട് ആരെങ്കിലുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാഭമുണ്ടായെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ, എങ്കിൽ മാത്രമേ പ്രതിഫലം വാങ്ങിക്കാവൂ. അപ്പോൾ ഞാൻ കൊടുത്തേ കഴിഞ്ഞും കൂടുതൽ അവർക്ക് ലാഭം ഉണ്ടാകണം. അപ്പോൾ ഇത് എൻ്റെ ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ ഞാൻ മുഖാന്തരം ആർക്കും ഒരു നഷ്ടം ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു വാല്യൂ ആണ്. അപ്പോൾ എൻ്റെ ഈ വാല്യൂ ഞാനിങ്ങനെ പറഞ്ഞ് സ്ഥിരമായി കഴിയുമ്പോൾ എനിക്കത് വിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ അംബീഷൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. മറ്റൊന്ന് ആറാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയറൺമെൻറ്റ്. നിങ്ങൾ എവിടെ ജീവിക്കുന്നോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് ആൻഡ് പോസിറ്റീവ് പീപ്പിൾ. അപ്പോൾ അവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ആൾക്കാരെ ഉള്ളിലേക്ക് എടുക്കാതെ പോസിറ്റീവ് ആൾക്കാരെ മാത്രം എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയറൺമെൻ്റ് ആണെങ്കിൽ ആ പോസിറ്റിവിറ്റി നമ്മളെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, പോസിറ്റീവ് ബിലീഫ്സും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ടീമിലായിരിക്കണം. അടുത്ത ഏഴാമതായിട്ട് ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എഴുതുമ്പോൾ വിഷൻ ബോർഡിൽ മാത്രമല്ല, ഗോൾ സെറ്റിങ്ങിലും നമ്മൾ കസ്റ്റമൈഡ് ആയിട്ടുള്ള മെഡിറ്റേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. 12, 20, 30, 40 കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അത് നല്ല പാടാണ് എഴുതാനായിട്ട്. അപ്പോൾ ഇന്നത് വേണ്ട, എനിക്ക് ഇന്നത് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി അത് വെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. ബാക്കി എല്ലാത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മുഴുവൻ വിഡ്രോ ചെയ്ത് ഇതിലേക്ക് മാത്രമാകുമ്പോൾ നമ്മുടെ വിജയം
പല മടങ്ങായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷേ പല വിധത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കഴിവ് വരാത്തത്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ്, അപ്പം അത് തന്നെ നമ്മളെപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. 8ാമതായിട്ട് പറയുകയാണെങ്കിൽ ക്രിയേറ്റ് പോസിറ്റീവ് ഹാബിറ്റ്സ്. അപ്പോൾ നമുക്ക് ഡെയിലി റൊട്ടീൻസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ് ഹാബിറ്റ്സ്? ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും മറ്റുള്ളവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൂടെ ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് എവിടെ കിട്ടിയാലും നല്ലത് കിട്ടിയാൽ കൊടുക്കാറുണ്ട്. അതേപോലെ 9ാമതായിട്ട് പറയുകയാണെങ്കിൽ കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്തെങ്കിലും പുതിയത് കൊടുത്ത് നമ്മൾ വളരാനായിട്ട് നമുക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, മെച്ചപ്പെടാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും യു ക്യാൻ എംബറൈസ് ചാലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുക. അപ്പോൾ അതിന് നമുക്ക് ഒബ്സ്റ്റക്കിൾസൊക്കെ വരണം. ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ അതിന് മുകളിൽ കൂടെ കടന്നു പോകാനുള്ളൊരു കഴിവ് അതിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നിർബന്ധ ബുദ്ധി വരിക. അതുപോലെ 10ാമതായിട്ട് എടുക്കുമ്പോഴത്തേക്കും കൾട്ടിവേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. എപ്പോഴും നമ്മൾ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പിന് പകരം വളരെ പോസിറ്റീവായിട്ടുള്ള, ഞാനും അതാ ചെയ്യുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഞാൻ അവരുമായിട്ട് വളരെ കണക്റ്റഡ് ആവും. അപ്പോൾ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അപ്പോൾ ഇപ്പോൾ ഒരു സപ്പോർട്ടീവ് എൻവയറമെൻറ്റ് ഉണ്ടാക്കണം, എൻകറേജിങ് എൻവയറമെൻറ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ എംബ്രൈസ് ചേഞ്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നാൽ പോരാ, നമുക്ക് കൂടുതൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കണം. ആൻഡ് സോ ബി ഓപ്പൺ ടു ന്യൂ പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഓൾവേസ് എംബറൈസിങ് ചേഞ്ചസ്, അതൊരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ഗ്രോത്ത് ആണ്. നമ്മൾ ചേഞ്ചിനെ അംഗീകരിക്കണം. മറ്റൊന്ന് നമുക്ക് 12ാമതായിട്ട് പറയാനായിട്ട് പറ്റുന്നത് എംബറൈസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ ലഭിക്കുന്ന എല്ലാ എയറിന് പോലും അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ പോസിറ്റീവ് ഇമോഷൻസ് അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക്, പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് നമ്മൾ ക്വാളിറ്റി ഓഫ് അവർ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതുപോലെ എംബറൈസ് പോസിറ്റീവ് ഇമോഷൻസ് ലൈക്ക് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, അപ്പം ബ്രീതിങ് എക്സസൈസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, പോസിറ്റീവ് ഇമോഷൻസ് ലൈക്ക് ലവ്, ജോയ് ആൻഡ് അപ്രിസിയേഷൻ കൊടുക്കാൻ പറ്റിയ ഏത് അവസരവും നമ്മൾ ഉപയോഗിക്കാതെ വിടരുത്. അതുപോലെ മറ്റൊന്നാണ് എംബറൈസ് വൾണറബിലിറ്റി. നമുക്ക് കുറച്ച് ദുർബലരാണ് മനുഷ്യർ. അപ്പോൾ ആ ദുർബലത എന്തുവാണ്? ഗ്രോത്തും ട്രാൻസ്ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വൾണറബിൾ ആകുക, ആ ദൗർബല്യം അത് മാറ്റാനായിട്ട്. അതുപോലെ എംബറൈസ് യുവർ ക്രിയേറ്റിവിറ്റി. നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന, സൃഷ്ടിക്കാൻ പറ്റുന്ന, നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും കുറച്ച് പോസിറ്റീവ് ആകാനും അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. എൻഗേജ് ഇൻ പോസിറ്റീവ് സെൽഫ് കെയർ. അപ്പോൾ അവിടെ നമുക്ക് സെൽഫ് കെയർ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രെസ് ഒത്തിരി കുറയുകയാണ്, ആങ്സൈറ്റി മാറി കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സഹായിക്കും. 17ാമതായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് എൻഗേജ് ഇൻ പോസിറ്റീവ് വിഷ്വലൈസേഷൻ. അതൊരു എക്സസൈസാണ്. യൂസ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. എല്ലാ ദിവസവും പോസിറ്റീവ്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ട് പോവുക. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ബിലീഫ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതായിട്ട് കണ്ടുകൊണ്ട് എല്ലാ സമയത്തും ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിന് പ്രശ്നം പറ്റുന്നതായിട്ടോ നമുക്ക് ദുരന്തം പറ്റുന്നതായിട്ടോ ഉള്ളൊരു ഹൊറർ മൂവി കാണരുത്. നമ്മളെപ്പോഴും കാണുന്ന ലക്ഷ്യങ്ങൾ നടക്കുന്നതായിട്ടാണ്. അതുപോലെ ഫൈൻഡ് എ സപ്പോർട്ടിംഗ് സിസ്റ്റം. നമുക്ക് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഒരു പ്രോത്സാഹനം കൊടുക്കുക, അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. മെൻറ്റേഴ്സ് ഉണ്ടാകണം. അപ്പോൾ എപ്പോഴും സ്റ്റേ മോട്ടിവേറ്റഡ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വവും നമുക്കുണ്ടാവും. വി ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. 19ാമതായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ്. ഇല്ലെങ്കിൽ പെർഫെക്ഷൻ അല്ല. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ നല്ല ക്വാളിറ്റി അല്ല, നെഗറ്റീവ് ക്വാളിറ്റിയാണ് പെർഫെക്ഷനിസം. പ്രത്യേകിച്ചും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഓക്കെ, സന്തോഷം, അടുത്ത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ് ടുവേഴ്സ് യുവർ ഗോൾസ്. ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ഒരു അടി വെക്കാൻ പറ്റിയാൽ അതും വലുതാണ്. സോ പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യാം. ഫോക്കസ് ഓൺ ദി പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ മൊമെൻറ്റിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പോൾ നമുക്കത് എപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇന്നലകളിലോ നാളെയോ അല്ല, ഈ നിമിഷങ്ങളിൽ ജീവിക്കുക. എൻ്റെ അടുത്ത് വരുന്ന ആരായാലും കഴിഞ്ഞ കാലത്തെ ഓർമ്മകളുടെ ഒരു ചുമന്നുകൊണ്ട് വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ എപ്പോഴും പറ്റുന്ന എന്താണ്, അവർ മനസ്സ് വളരെ ഫ്ലെക്സിബിളായിട്ട് പഴയതിനെക്കുറിച്ച് ചിന്തിക്കാതെ, നാളത്തെക്കുറിച്ച് വിഷമിക്കാതെ ഈ നിമിഷങ്ങളിൽ ജീവിച്ച് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളെ ചെറുതാക്കുന്ന. അപ്പോൾ അത് കണ്ടെത്തിയിട്ട്
അവിടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ചാലഞ്ച് ചെയ്ത് അതിനെ റിലീസ് ചെയ്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഐഡൻറ്റിഫൈ ട്രിഗേഴ്സ്. അപ്പോൾ നമുക്ക് ചിലപ്പം കുതിച്ച് ചാടാൻ പറ്റിയ ചില ആങ്കേഴ്സ്, ചിലപ്പോൾ ചില ട്രിഗേഴ്സൊക്കെ ഉണ്ടാവും. സോ ചില പീപ്പിൾ കാണും, റെക്കഗ്നൈസ് ദം, ചില സിറ്റുവേഷൻസ്, ചില എൻവയറമെൻറ്റ്, ചില തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് സക്സസ് എന്തുണ്ടായാലും നമ്മളതിനെ ജേണൽ ചെയ്യണം, എഴുതി. നമ്മുടെ സക്സസ് എല്ലാ ദിവസവും നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച സക്സസ് ആണെങ്കിലും സ്വപ്നം കണ്ട സക്സസ് ആണെങ്കിലും ശരി, അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും ഒക്കെ നമുക്ക് ജേണൽ ചെയ്യാം. അപ്പോൾ ജേണലിങ്ങിൽ നമുക്ക് പറയുമ്പോൾ മറ്റൊരു ഇതോടെ പറയാം, ജേണലിങ് പലപ്പോഴും നമ്മുടെ ബിലീഫ് സിസ്റ്റം കൂടെ നമ്മൾ ജേണൽ ചെയ്യും. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമുക്ക് മാറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ കാണും. അതങ്ങനെ എല്ലാ ദിവസവും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പം ഇഡിയോ മോട്ടോർ മൂവ്മെൻറ്റും കൂടെ നമുക്ക് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് പോകാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ ജേണലിങ്. ലേൺ ഫ്രം യുവർ പോസിറ്റീവ് റോൾ മോഡൽസ്. നിങ്ങൾ സമ്പന്നനാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്മയുള്ള സമ്പന്നരെ കാണുക. ഡോക്ടറാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്മയുള്ള, സിനിമയാണെങ്കിൽ ഏറ്റവും നന്മയുള്ള സിനിമാക്കാരെ ഓർക്കുക. അപ്പോൾ റോൾ മോഡൽസ് നമ്മൾ കാണുക, എക്സംപ്ലിഫൈ. ഞാൻ തന്നെ പലപ്പോഴും ജോൺ മാക്സ്വെല്ലിനെ എപ്പോഴും കാണാറുണ്ട്, മനസ്സിൽ ചിന്തിക്കുകയാണ്. അദ്ദേഹം നടക്കുന്ന പോലെ നടക്കാറുണ്ട്. അദ്ദേഹം വളരെ അഗ്രസീവായിട്ടോ ബഹളം ഉണ്ടാക്കിയോ സംസാരിക്കത്തില്ല, വളരെ ഹൃദയത്തോട് ഒരു സംഭാഷണം പോലെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തോന്നുന്നു. ഞാൻ ഒരുപാട് കാലം ട്രെയിൻ ചെയ്താണ് എൻ്റെ വയലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം മാറ്റിയിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരിക്കലും ആവർത്തിക്കുക, അതിൽ നിന്ന് എന്തെല്ലാം പഠിക്കാൻ പറ്റി. ഇറ്റ്സ് എ ലെസൺ, ഗ്രേറ്റസ്റ്റ് ലെസൺ. അപ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും. അപ്പം അതിനകത്ത് നമുക്ക് പറ്റിപ്പോയല്ലോ, അതിനെ ഓർത്ത് വിഷമിക്കരുത്. നെക്സ്റ്റ്, ലേൺ ടു ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വിട്ടുകളയുടെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ആണ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും, അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ചില ഗ്രഡ്ജസും ദേഷ്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞുകൊണ്ടിരിക്കണം. അതിനെ ഓർക്കാനായിട്ടോ പിടിക്കാനായിട്ടോ പോകരുത്. കാരണം നമുക്കാണ് അതുകൊണ്ട് ഇഞ്ചുറി ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഓർക്കുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നൊസീബോ ഇഫക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് രോഗങ്ങളും അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ബയോ കെമിസ്ട്രിയും പ്രൊഡ്യൂസ് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പ്ലസീബോ ഇഫക്റ്റ് നമ്മളിൽ പോസിറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത്ഭുതങ്ങൾ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ഫോർഗീവ്നെസ് ആൻഡ് ലെറ്റ് ഗോ. മുമ്പേ പറഞ്ഞ മറ്റൊരു വിധത്തിൽ, അപ്പോൾ ഫോർഗീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ഓൾസോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തോട്ടിൽ നിന്നാണെങ്കിലും ശരി, അൺഹെൽപ്ഫുള്ളായിട്ടുള്ള തോട്ട് വരുന്നതിനൊക്കെ നമ്മൾ വിട്ടുകളയുക, ഫീലിങ്സ് വിട്ടുകളയുക, ബിലീവ്സ് വിട്ടുകളയുക. അങ്ങനെ നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ്, എപ്പോഴും ഒരു പോസിറ്റീവ് ചേഞ്ചിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്. അപ്പോൾ ജേണൽ ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു 10 കാര്യങ്ങൾ നമുക്ക് നന്മ തോന്നിയിട്ടുള്ള, സന്തോഷം തോന്നിയിട്ടുള്ള, അതിനെ എല്ലാ ദിവസവും എഴുതാം. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ജേണൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് പ്ലാസിബോ ഇമ്പാക്റ്റ് ഒത്തിരി നമ്മളിൽ കൂടും. അതുപോലെ തന്നെ എസെൻഷ്യൽ ന്യൂറോ കെമിസ്ട്രി, ബ്രെയിനിലെ കെമിസ്ട്രി നമുക്ക് ഭയങ്കരമായിട്ട് മാറും. അതുപോലെ തന്നെ ഈ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഓരോ രുചിയും ആസ്വദിച്ച് ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മെത്തേഡ്, അതിൻ്റെ ആ ഫീലെല്ലാം അനുഭവിച്ച് എന്ത് ചെയ്താലും, ഇഫ് യു ആർ ഇൻ ദ സെക്സ്, ആ സെക്സിനെ പോലും ആ പ്രസൻസോട് കൂടി മൈൻഡ് പൂർണ്ണമായും അവിടെ ആയിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് ഈ പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ഇമേജ് ഉണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിലെപ്പോഴും VIP ആയിരിക്കണം. നമ്മളൊരിക്കലും നമുക്ക് VIP അല്ലെങ്കിൽ പുറത്തുള്ളവർ നമ്മളെ VIP ആയിട്ട് മറ്റാൾക്കാരെങ്ങനെ നമുക്കത് പ്രശ്നമല്ല. അപ്പോൾ എപ്പോഴും പറ്റുമ്പോഴെല്ലാം നമുക്കൊരു കൺഗ്രാജുലേഷൻസ് നമ്മൾ പറയണം. പോസിറ്റീവ് സെൽഫ് ടോക്ക്. അപ്പോൾ പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. എവിടെ വെച്ചെല്ലാം നമുക്ക് നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നേട്ടാൽ ഡെയിലി ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളതിങ്ങനെ പറയണം. അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്ന് പോയതിൻ്റെ പുറകെ ഒന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആൻഡ് പ്രാക്ടീസ് സെൽഫ് അവെയർനെസ്. ആക്ച്വലി ഈ അവെയർനെസ് നമ്മൾ നെല്ലിക്ക വലിപ്പത്തിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ നാരങ്ങ വലിപ്പത്തിലേക്കും ഒരു മത്തങ്ങ വലിപ്പത്തിലേക്കും പിന്നീട് വളർന്നൊരു ടൗണിൻ്റെ വലിപ്പത്തിലേക്ക്, ഒരു കൺട്രിയുടെ വലിപ്പത്തിലേക്കൊക്കെ പോകാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ അവെയർനെസ്, ആക്ച്വലി അവെയർനെസ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഞാനിത് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അവെയർനെസ്സിൻ്റെ അർത്ഥം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ സമയത്ത് അവെയർനെസ് മനസ്സിലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകം മുഴുവൻ ഒന്നായി കാണാനും രാജ്യം മുഴുവൻ ഒന്നായി കാണാനും ഡിഫറൻസും എല്ലാം നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും.
ദെൻ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമുക്ക് ഡിഫിക്കൽട്ട് ടൈംസ് വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം, നമ്മളോട് തന്നെ കമ്പാഷൻ തോന്നണം. അതുപോലെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ മറ്റൊന്നാണ് പ്രാക്ടീസ് സെൽഫ് ലവ്. അപ്പോൾ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ യു ലവ് അതേഴ്സ്. നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ മറ്റൊരാൾ സ്നേഹിക്കാൻ നിങ്ങൾക്ക് അറിയൂ. ഇവിടെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ചെറുതിലേ വളർന്നു വന്ന കാലത്തൊക്കെ നമുക്ക് സ്നേഹം നമുക്ക് അർത്ഥം കൊണ്ട് മനസ്സിലാക്കുക എന്നല്ല, അനുഭവിച്ചറിയേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരുപാട് പേർക്ക് സ്നേഹമില്ലാത്തതിൻ്റെ കാര്യമൊക്കെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, ആ സ്നേഹത്തിൻ്റെ ലാംഗ്വേജ് അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, വീട്ടിലുണ്ടായിരുന്നില്ല, ജീവിച്ച ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് കേസുകളെടുത്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും വിവാഹമൊക്കെ പിരിഞ്ഞു പോയതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും സ്നേഹം പഠിച്ചിട്ടില്ലാത്ത, വീട്ടിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കാണ് സ്നേഹം ഇല്ലാതെ വരുന്നത്. അതുപോലെ തന്നെ റിലീസ് ഓൾ യുവർ നെഗറ്റീവ് ഇമോഷൻസ്. നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടോ, അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമുക്കുണ്ടാകും. അതിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കരുത്, എല്ലാം റിലീസ് ചെയ്യണം. അപ്പം നമ്മൾ അറിയാതെ പോലും നെഗറ്റീവ് സെൽഫ് ടോക്ക് വരരുത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള തോട്ട് നമുക്ക് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ റിലീസ് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. നിങ്ങൾക്ക് നിങ്ങളെ ചെറുതാക്കിക്കൊണ്ട് ചിന്തിക്കുന്ന അല്ലല്ല, നിങ്ങളൊരു ഭയങ്കര സംഭവമായിട്ട് ലോകത്തിൽ ആരാകാനുള്ള കഴിവ് നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ ഓൾവേസ് റീപ്ലേസ് നെഗറ്റീവ് ബിലീഫ്സ്. അത് വെച്ചിട്ട് എന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് സീക്ക് ഔട്ട് പോസിറ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് എക്സ്പീരിയൻസസ്. നല്ല അനുഭവങ്ങൾ എപ്പോഴും ജോയിയസ് ആയിട്ട്, ഹാപ്പി ആയിട്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നെഗറ്റീവിന് ഡാർക്ക്നെസ്സിന് അവസരം കൊടുക്കാത്ത യു ആർ ഫുൾ ഓഫ് ലൈറ്റ്. അപ്പോൾ എവിടെയാണ് നമുക്ക് നെഗറ്റീവ് വന്ന് കയറാനായിട്ട് പറ്റുന്നത്? അതുപോലെ തന്നെ നമുക്ക് എന്നിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നല്ല സൈക്കോളജിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ലൈഫ് ലൈൻ തന്നെ നമ്മളിപ്പോൾ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും ഓരോ ശൃംഖല കൊണ്ടുവരാനായിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റുകളെയൊക്കെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻറ്റൻഷൻസും ഗോളും വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ആസ്പിറേഷൻസ്, ആഗ്രഹം, ഇത് എനിക്ക് എന്തൊക്കെ വേണ്ട, എന്തൊക്കെ വേണം എന്ന് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ്. നമ്മളെപ്പോഴും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ പലപ്പോഴും നമുക്കപ്പോൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിലാണ് മൈൻഡിന് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വരുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഫീഡ്ബാക്ക്, നമ്മൾ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ജാലകങ്ങൾ എപ്പോഴും തുറന്നിടുക. അപ്പം ഓപ്പൺ മൈൻഡഡ്. അപ്പോൾ എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി, ഓപ്പൺനെസ് ടു ലേണിംഗ്, ഒറേഷ്യസ് ലേണിംഗ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തും എത്രമാത്രം പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ പറ്റുമോ, വീട്ടിലും ജീവിതത്തിലും ഫ്രണ്ട്ഷിപ്പിലും ജോലിയിലും എല്ലാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് സിമ്പിൾസ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഓൾവേസ് യു കീപ്പ് ദാറ്റ് പോസിറ്റീവ് സിമ്പിൾസ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒത്തിരി പോസിറ്റീവ് ആക്കാനായിട്ട് വീണ്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്കെപ്പോഴും ബ്രീതിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. മൈൻഡ്ഫുൾ ബ്രീതിങ് വളരെ നമ്മളെ ഒരുപാട് സഹായിക്കും. ഗൈഡഡ് മെഡിറ്റേഷൻ, ഞാൻ ചില പ്രോഗ്രാമിനകത്ത് 90 മെഡിറ്റേഷൻസൊക്കെ തരുന്ന പ്രോഗ്രാംസ് ഉണ്ട്. സോ എവറി ഡേ യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് പോസിറ്റീവായിരിക്കാൻ വളരെ പോസിറ്റീവായിട്ടുള്ള മ്യൂസിക്, ആർട്ട്, ഇതിലൊക്കെ നമുക്ക് എൻഗേജ് ചെയ്തിരിക്കാം. പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് കണ്ടെടുത്ത് ഒരുപാട്, എൻ്റെ ബുക്കിനകത്തൊക്കെ ഒരുപാട് അഫർമേഷൻസ് ഞാൻ സ്ഫുടം ചെയ്തു തന്നിട്ടുണ്ട്. ചില ഹയർ കോഴ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ എഴുതി വാങ്ങിച്ചിട്ട് അവർക്ക് ഏറ്റവും പറ്റിയ അഫർമേഷൻസ് ചിലപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ എപ്പോഴും ഓൾവേസ് യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ്. അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കാര്യം, നമ്മൾ കുറേ കാര്യം ചെയ്തപ്പോൾ നല്ലത് നടന്നു, അപ്പോൾ ആ നല്ലതിനെ നമ്മൾ മനസ്സിലാക്കിയോ അത്ര നടന്നല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും നല്ലത് ചെയ്യിപ്പിക്കുന്നത്, വീണ്ടും നമുക്ക് കുറച്ചുകൂടെ നന്മ വരും. വീണ്ടും അത് വിചാരിച്ചുകൊണ്ട് വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും നന്മ വരും. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്ന് ഓൾവേസ് യൂസ് പോസിറ്റീവ് ഇമേജറി. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ ഇമേജറി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓൾവേസ് യൂസ് പോസിറ്റീവ് ലാംഗ്വേജസ്. ആരോടാണെങ്കിലും ഏത് ഫിൽത്തി ലാംഗ്വേജ് നമ്മളോട് പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് എപ്പോഴും പോസിറ്റീവ് ലാംഗ്വേജാണ്. ആൻഡ് യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമുക്കപ്പം നേരത്തെ ചെയ്തതിൻ്റെയും മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയോജനമൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് കണ്ട് ഈ പോസിറ്റീവ് അഫർമേഷനും പോസിറ്റീവ് വിഷ്വലൈസേഷനും പോസിറ്റീവ് സെൽഫ് ടോക്കും ഒക്കെ കൊടുത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ പോസിറ്റീവിന് വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടെ നമുക്ക് മൈൻഡ് എപ്പോഴും പോസിറ്റീവാണ്. യൂസ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ എണ്ണി തിട്ടപ്പെടുത്തി എഴുതി തയ്യാറാക്കിയ അത് തന്നെ നമുക്ക് എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ചില പോസിറ്റീവായിട്ടുള്ള ആരോമ തെറാപ്പി പോലുള്ള അവിടെ നമുക്ക് ചില അതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനലാണെങ്കിൽ ബ്രെയിനിൽ അതനുസരിച്ച് നമുക്ക് ബ്രെയിൻ സിസ്റ്റത്തിൽ ചെറിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകാൻ തുടങ്ങും. ആർട്ടിഫിഷ്യലാണെങ്കിൽ നമുക്കത് ഉണ്ടാകുന്നില്ല, സ്മെല്ല് മാത്രമേ ഗുണപ്പെടുകയുള്ളൂ. അപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പലപ്പോഴും നമുക്ക് ഈ സെൽഫ് ഹിപ്നോസിസ് വളരെ പിൻ പോയിൻറ്റഡായിട്ട് പ്രോഗ്രാം ചെയ്ത് അപ്പോൾ നമുക്ക് 10 ഗുണങ്ങൾ നമ്മൾ 1-2 ഗുണത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 ഗുണങ്ങൾ ഇൻഡക്റ്റ് ചെയ്യണമെങ്കിൽ ആ 10 ഗുണങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ സ്വയം ഹിപ്നോസിസ് ചെയ്തിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിൽ ബൊമ്പാർഡ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അവയർനെസ് ആയിട്ട് മാറ്റും. അത് നല്ലൊരു പ്രക്രിയയാണ്. ഇപ്പോൾ നമ്മളത് തുടങ്ങിയിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഓൾവേസ് യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. എല്ലാത്തിനും നടക്കും, പറ്റും, ചെയ്യും, പിന്നെന്താ ചെയ്തേക്കാം എന്നുള്ളൊരു ലാംഗ്വേജ് ആയിരിക്കണം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് പ്രകൃതിയെ നോക്കിയിട്ട് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പറ്റുമോ അവിടെയൊക്കെ നമുക്ക് ആ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം എനിക്കിത് പ്രത്യേകിച്ച് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് അഫർമേഷൻ ഞാൻ പറഞ്ഞു, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞു, പോസിറ്റീവ് സെൽഫ് ടോക്ക് പറഞ്ഞു. നമ്മളിതെല്ലാം ഒരു ദിവസം മാത്രം ചെയ്യുമല്ല, ഓൺ എ റെഗുലർ ബേസിസ് 90 ഡേയ്സിന് മുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പം എല്ലാം പോസിറ്റീവ്, മൈൻഡിനകത്ത് വരുന്നതും പോകുന്നതും എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ അപ്പോൾ പ്രകാശം വന്നു കഴിയുമ്പോൾ അവിടെ ഇരുട്ടിനൊരു സ്ഥാനം ഇല്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള വലിയ വിജയങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് തുടങ്ങുമ്പം തന്നെ അപ്പോൾ എല്ലാ സ്ഥലത്തും സക്സീഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ കാര്യം നിങ്ങൾക്ക് വീണ്ടും പല പ്രാവശ്യം കണ്ടതിന് ശേഷം ആവശ്യമുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുത്ത് വേണമെങ്കിൽ വേണ്ടത് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓൾ ദി ബെസ്റ്റ്.